അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞവരെ, പരിപാവനമായ പരിശുദ്ധമായ ജമാദുൽ ആഖിർ മാസത്തിന്റെ ഒടുവിലത്തെയും അതുപോലെ തന്നെ നാലാമത്തേതും ആയ തിങ്കളാഴ്ച രാവിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നാളെ തിങ്കളാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്. ഈ വെള്ളിയാഴ്ച രാവിനും പകലിനുമുള്ള ശ്രേഷ്ഠത പോലെ തന്നെ തിങ്കളാഴ്ച രാവിനും അതിന്റെ പകലിനൊക്കെ ഒരുപാട് മഹത്വമുണ്ട്. പ്രത്യേകിച്ച് റജബ് അടുത്തിരിക്കുന്ന പുണ്യമായ ഒരു സന്ദർഭമാണ്. അതായത് ഇന്ന് 27-ാം രാവാണ്, നാളെ 27-ാമത്തെ പകലാണ്. പിന്നെ തിങ്കളാഴ്ച 28-ാം രാവ്, ചൊവ്വാഴ്ച 29-ാം രാവ്, വരുന്ന ബുധനാഴ്ച പരിപാവനമായ ജമാദുൽ ആഖിർ മാസം 29. അന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ വ്യാഴാഴ്ച നമ്മൾ പരിശുദ്ധമായ റജബ് 1 കടക്കുകയാണ്. അതായത് ബുധനാഴ്ച മഗ്‌രിബോടുകൂടി നമ്മൾ നിലാവ് കണ്ടാൽ പിന്നെ റജബ് മാസത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനി ബുധനാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ വ്യാഴാഴ്ച ജമാദുൽ ആഖിർ മാസം 30 പൂർത്തിയാക്കി വെള്ളിയാഴ്ച നമ്മൾ റജബ് 1 കടന്നു. ഒന്നുകിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച പരിശുദ്ധമായ റജബ് 1 അപ്പോൾ ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച നമുക്ക് കാത്തിരിക്കാം. നിലാവ് കാണുമോ ഇല്ലോ എന്ന് നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആഫിയത്തോടെ നമുക്ക് അതിലേക്ക് എത്താനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ. അടുത്ത ഈ വരുന്ന വെള്ളിയാഴ്ചക്ക് നമ്മൾ ഏതായാലും റജബിൽ തന്നെയാണ്. പിന്നെ ശനി, ഞായർ, തിങ്കൾ, അടുത്ത തിങ്കളാഴ്ചയൊക്കെ നമ്മൾ പുണ്യമായ റജബ് മാസത്തിലായിരിക്കും. അപ്പോൾ ഈ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. സ്വലാത്ത് തന്നെയാണ് ഈ ഒരു രാവിലും നമ്മൾ അധികരിപ്പിക്കേണ്ടത്. ഒരുപാട് സ്വലാത്തുകളുണ്ട്. റജബ് എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാസമാണല്ലോ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ സമയത്ത് പറയാം. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ അത് മുത്ത് റസൂലിലൂടെ നമുക്ക് പറ്റൂ. ആ റസൂലിലേക്ക് അടുക്കാൻ സ്വലാത്താണ് മാർഗം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ ചൊല്ലുക. നമ്മൾ ഈ മജ്ലിസിൽ മാത്രം ചൊല്ലി ഒതുക്കി കളയേണ്ട ദിക്റുകളല്ല ഇത് നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമുക്ക് നിസ്കാരം കഴിഞ്ഞുമൊക്കെ ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിക്റിനും വ്യത്യസ്തമായ നേട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പറഞ്ഞ് നമുക്ക് നമ്മുടെ മജ്ലിസ് തുടങ്ങാം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുകയും നമ്മുടെ ഏത് രോഗങ്ങൾക്കുള്ള ഷിഫായാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയും ചെയ്ത പുണ്യമായ സ്വലാത്ത് തിബ്ബു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ബർക്കത്തിന് വേണ്ടി, നമ്മുടെ മജ്ലിസ് കബൂലാകുന്നതിന് വേണ്ടി ആ തിബ്ബു സ്വലാത്ത് നമുക്ക് പറയാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു തആല നമുക്ക് തരുന്ന, നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരുന്ന ഒരു ഇസ്തിഗ്ഫാർ, പുണ്യമായ ഒരു ഇസ്തിഗ്ഫാറാണ് പറയുന്നത്. അല്ലാഹു തആല ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തിന്മകളും അല്ലാഹു മായ്ച്ചു കളഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി.
അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എല്ലാവിധത്തുള്ള പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും എല്ലാ കണ്ണേർ സിഹർ എല്ലാ അപകടങ്ങൾ മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയാൻ നിർദ്ദേശിച്ച പുണ്യമായ ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 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 അഊദു ബികലിമാത്തില്ലാഹി
ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ദിക്റുകളിൽ ഏറ്റവും പുണ്യമുള്ള ദിക്ർ അല്ലേ, അതേതാണ്? അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അത് പറയാതെ ഒരു ദിക്റിന്റെ മജ്ലിസിൽ നമ്മൾ ദുആരക്കാറില്ല. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും വലിയ നിധിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് കുറച്ച് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഒരുപാട് നിഅമത്തുകൾ കിട്ടിയിട്ടുണ്ടല്ലോ, അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും അതിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവാനും പിന്നെയോ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവാതെ അതിൻ്റെ ഉപയോഗം നമുക്ക് ഒരുപാട് നാൾ കിട്ടാൻ ഒക്കെയായിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട, മാത്രമല്ല നമ്മൾ ഇനി പറയുന്ന ഈ വചനം പറഞ്ഞാൽ നമ്മുടെ ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം. അങ്ങനെയുള്ളൊരു വചനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال പുണ്യമായ ഈ ഒരു ദിക്റിന്റെ മജ്ലിസ് എന്തുകൊണ്ടും അല്ലാഹു തആല ഖബൂൽ ചെയ്യണമെങ്കിൽ സ്വലാത്ത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയാലോ, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് അനവധി നേട്ടങ്ങൾ നമുക്ക് വാങ്ങിത്തരുന്ന പുണ്യമായ ഒരു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം
اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل عليه وسلم. ഇനി നമ്മൾ ഒരു ചെറിയ സൂറത്ത് അല്ലേ, വിശുദ്ധമായ ഖുർആനിലെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഇഖ്ലാസ്, അത് ഇൻഷാ അള്ളാഹ് നമുക്കൊന്ന് ഓതിയാലോ. ഒരുപാട് നേട്ടങ്ങളല്ലേ, അതിപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ഏത് സമയത്ത് നമുക്ക് ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സൂറത്ത് കുറച്ച് പ്രാവശ്യം ഓതാം, എന്നിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله الله سبحانه وتعالى നമ്മുടെ ഇന്നത്തെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മനസ്സിലെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസും മുഅവ്വിദത്തൈൻ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അർഹമുർ റഹീമീനായ അല്ലാഹ് കരുണയുള്ള പടച്ചവനെ രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, പാപികളാണ്, ദോഷികളാണ്. എന്നാലും ഞങ്ങൾ നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ്. ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ പരിപൂർണമായി ഖബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ചൊല്ലിയ സമയത്ത് ഒരുപാട് അശ്രദ്ധകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, നാക്ക് പിഴകൾ വന്നിട്ടുണ്ട്. എല്ലാം പരിഹരിച്ച് നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബറും നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവാനുള്ളവരാണ്. ഞങ്ങളും ചെന്ന് ഖബറിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഈ ദുആക്ക് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ദിക്റിന്റെ മജ്‌ലിസിലും അതുപോലെ തന്നെ മറ്റ് വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മുഅ്മിനീങ്ങൾ ഉസ്താദെ പ്രത്യേകം നിങ്ങൾ ദുആരക്കണേ എന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ദുആ വസിയത്ത് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അവർക്കെല്ലാവർക്കും അർഹമായത് വേണ്ടത് നീ കൊടുക്കണേ അല്ലാ. അവരിൽ ഒരുപാട്, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, അതുപോലെ തന്നെ എന്തൊക്കെ രോഗങ്ങളുണ്ട് എല്ലാത്തിനെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് സലാമത്ത് ജീവിതത്തിൽ തരണേ അല്ലാ. കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. കച്ചവടം നീ ലാഭകരമാക്കണേ അല്ലാ. ബിസിനസ് നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വാടക വീട്ടിലാണ് കഴിയുന്നത് ഉസ്താദെ, സ്വന്തമായി ഒരു വീട് വേണമെന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുടെ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ വിനീതന്റെ ഉൾപ്പെടെ ഒരുപാട് സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ വീട് പണി നടക്കുകയാണ്. അല്ലാഹുവേ എല്ലാ വിധത്തിൽ വേഗവും അതുപോലെ തന്നെ അവിടുത്തെ താമസമൊക്കെ നീ ഖൈറിലും ബറക്കത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു ഉസ്താദെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയായിട്ടില്ല. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഓരോ ദിവസവും വ്യത്യസ്തമായ അപകടങ്ങളെ വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. മരണത്തിന് ശേഷം ശരീരം കീറിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം ആ ഒരു അവസ്ഥ നീ തരല്ലേ അല്ലാ. അങ്ങനെയൊന്നും ഞങ്ങളെ നീ എത്തിക്കല്ലേ റഹ്മാനെ. പടച്ചവനെ, എവിടെ വെച്ച് മരിച്ചാലും എപ്പോൾ മരിച്ചാലും നിന്റെ ഖദാ ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് നല്ല മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. നീ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നീ ആ നല്ല മുറാദുകൾ, നല്ല ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവരുണ്ട്, ആൺമക്കളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളില്ലാത്തവരുണ്ട്, പെൺമക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെയൊക്കെ പരീക്ഷകളൊക്കെ വരികയാണ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാൻ ആ മക്കൾക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെയൊക്കെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നവർ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി ദ്വാരക്കുന്നു എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും ഇരുലോകത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം റഹ്മാനെ സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മരണത്തിന് ശേഷം ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഈ ദുആയും ദിക്റൊക്കെ ഞങ്ങൾക്ക് കൂട്ടുകാരാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, മഹ്ശറിൽ നിൽക്കുമ്പോൾ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരച്ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചങ്ക് കൊട്ടി പറയാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ പ്രാവശ്യം ഹജ്ജിന് കിട്ടിയ ഒരുപാട് ഹാജിമാരുണ്ട്. അവരുടെയൊക്കെ ആ യാത്രയും എല്ലാം നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിമീങ്ങൾ പല സ്ഥലത്തും ഒരുപാട് പ്രയാസത്തിലാണ്. നീ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. നിന്റെ
മദ്രസകൾ, നിന്റെ പള്ളികളെ നീ തന്നെ സംരക്ഷിക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആ വീര്യം നീ കെടുത്തിക്കളയണേ റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, എല്ലാം ഞങ്ങൾ ചോദിക്കുകയാണ്. എല്ലാ ഖൈറുകളും തരണേ അല്ലാ. എല്ലാ ഷർബല, മുസീബത്ത്, ആപത്ത്, സിഹ്ർ, കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും ഞങ്ങളുടെ ഇരുലോകത്തും തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ മജ്ലിസ്, നാളെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.